ഹലോ, ഞാനൊന്ന് മൂത്രമൊഴിക്കാൻ പോയതാ. സെൻട്രഷാണ് മൂത്രമൊഴിക്കാൻ ചേട്ടൻ എന്തിനാ സെൻട്രൽ ഫ്രഷ്? ആടാ അതിൻ്റെ കവറിൽ ഒഴിക്കാനാ. അതങ്ങനെ പൊട്ടിക്കുക, നിവർത്ത, ഒഴിക്കുക. അപ്പോൾ പരിസര മലിനീകരണം ഉണ്ടാവില്ലല്ലോ. എടി മണറിയാണ്ടിരിക്കാനൊന്നും ചേർക്കട്ടെ. നീ എന്തിനു ഇവനെ കൊണ്ടുവന്ന? നിനക്ക് നല്ല ഡ്രസ്സ് എടുക്കാൻ പൈസ തന്നാ? നീ ഡ്രസ്സ് എടുത്താ? എടി ആ പൈസക്ക് എടുത്ത ഷർട്ടും പാൻറ്റാണ് ഇത്. ഇതാ ഫ്ലവർ ടൈപ്പാ. സുവർണ ടെക്സ്റ്റൈൽസ് കട്ട കാലിയാക്കല്. ആദ്യം പോയണ്ടേ നല്ലത് കിട്ടി. കീറിയത്. ഞാൻ 5ാം ക്ലാസ്സിൽ സ്കൂളിൽ പോകുമ്പോൾ ഡിസ്പ്ലേക്ക് ഇടുന്ന ഷർട്ടാ. ഞാൻ ഡിഗ്രി 2nd ഇയർ ആയി. ഡിസ്പ്ലേക്ക് ഷർട്ടാ? ഗോറില്ല ക്ലാസ് അല്ലേ? ഇവരും മാത്രല്ലേ വിദ്യാഭ്യാസം ഇല്ലല്ലേ. അതെ, കടയുടെ ഫ്രണ്ടിൽ മറ്റേ പ്രതിമകൾക്ക് ഇട്ട് കൊടുക്കില്ലേ? ഓ, ബൊമ്മക്ക് ഇട്ട് കൊടുക്കണത്. അങ്ങനെ വില കൂടി ഡ്രസ് മാത്രമേ കടക്കാര് ബൊമ്മക്ക് ഇട്ട് കൊടുക്കുള്ളൂ. 90s മാറാൻ വേണ്ടി നിനക്ക് ഡ്രസ്സ് എടുക്കാൻ പൈസ തന്നെ. ഇത് അതൊക്കെ മേലടി. അതെ, 80s കേശവ മാമൻ. ഇതിലെന്തേലും ചെയ്യാൻ പറ്റുമോ? ഇത് അടിമുടി മാറ്റേണ്ടി വരും. അതിനല്ലേ നോക്കി ബൊമ്മനെ മാറ്റിയ പോരെ. വീട്ടുകാർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ നിന്റെ അടുത്ത് പല പ്രാവശ്യം നിന്നാരോട് ഇങ്ങോട്ട് വിളിച്ചേ? അത് കണ്ട, നീ ഇവിടെ നിൽക്കണ്ട. ഒരു കാര്യം, ഞാൻ കട പോയിട്ട് 2 സെൻട്രൽ അടിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് മൂത്രമൊഴിക്കുന്നുണ്ട്. അവൻ്റെ ഒട്ടുക്കത്ത് ഇത്തണ്ട് നമ്മുടെ കല്യാണത്തിന് വിളിക്കില്ല. ഞാൻ ഉണ്ടാവില്ല കേട്ടാ. നിന്നെ സ്നേഹിക്കണ കാരണം തൊട്ട് അവനെന്നെ ഇഷ്ടമല്ല. എനിക്കും സൈൻ ചോദിക്കും. എനിക്കിഷ്ടമല്ല അവനെ. നിനക്ക് വേണ്ടി ഞാൻ മാറിയില്ലടി. എൻ്റെ ലൂണാറ് മാറി ഞാൻ പ്രോത്സാഹിക്കില്ലേ? അതിലും ഡ്യൂപ്ലിക്കേറ്റ്. മഴക്കാലത്ത് അച്ഛൻ വെള്ളം കയറുന്നു പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചു. എല്ലാം നിനക്ക് വേണ്ടി. പിന്നെ അങ്ങനത്തെ കുട്ടി ഷർട്ട് വാങ്ങിച്ചാൽ എനിക്ക് വയറുമത്തെ കൊടുക്കിടാൻ പറ്റില്ല. പിന്നെ അങ്ങനത്തെ പാൻറ് അത് അച്ഛൻ്റെ റീയൂണിയനിലെ ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടാന്നുള്ളൂ. അതിന് നല്ല വൃത്തി ഉണ്ടായിരുന്നു. മൊത്തം പാച്ച് വർക്കാടി. പിന്നെ ഇതൊക്കെ ഇട്ടിട്ടേ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. എന്താ? ഞാൻ മറ്റേ ഇൻവെർട്ടർ ആവും. ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റില്ലാന്ന്. ഇതൊക്കെ ഞാനിടും നമ്മുടെ ഫസ്റ്റ് നൈറ്റിന്. അത് നടത്തേണ്ടി ഞങ്ങളുടെ സംഘം പട്ടിയെ നോക്കാൻ പട്ടിയെ നോക്കിയാൽ മതി. കുട്ടിയെ ഞാൻ നോക്കിക്കോളാം. പട്ടീനെ ഞാൻ നോക്കിയേ. മിക്കവാറും കല്യാണത്തിണ്ടാവില്ല ചേട്ടാ. ഇവനെ ഞാൻ കൊല്ലില്ലേ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ കല്യാണം നടക്കില്ലേ? ഞാൻ ചെയ്യില്ലാവില്ലേ. ഞാൻ പരോളുടെ വരാം. അതെ, ഒരു കാര്യം, അവിടെ ഒരൊറ്റ കോസ്റ്റ്യൂം ഉള്ളൂ. വെള്ളമുണ്ടും വെള്ള ഷർട്ടും. അപ്പോൾ നീ എനിക്ക് ഫാഷൻസ് ഇല്ലാന്ന് പറഞ്ഞിട്ട് നീ എന്നെ തേക്കരുതിട്ടാ. തിരികെ ഞാൻ വരുമെന്ന വാർത്ത